ദൈവ സാന്നിധ്യം കിട്ടിക്കഴിയുമ്പോൾ നമ്മളിൽ പാപബോധം ഉണ്ടാകും. നമ്മളിൽ പലർക്കും ഈ പാപബോധം ഉണ്ടാകാത്തതിൻ്റെ കാര്യം ഇപ്പം പറ, ദൈവ സാന്നിധ്യം കിട്ടിയിട്ടില്ല. എപ്പോഴും ചിന്തിക്കണേ, പത്രോസിന്റെ വള്ളത്തിൽ യാക്കോബ് ഉണ്ടായിരുന്നു, അന്ത്രയോസ് ഉണ്ടായിരുന്നു, മിക്കവാറും യോഹന്നാനും കാണും. ഇവന്മാരുടെ ആരുടെയും മുഖത്തോട്ട് നോക്കിയിട്ട് പത്രോസിന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്ത്, ഞാൻ പാപിയാണ്. അവരെയൊക്കെ നോക്കിയോ പത്രോസ് തോന്നിയത് ഞാൻ ഭേദമാണ്. അയ്യോ, ഇവനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ഭേദമാണ്. നമ്മളും അങ്ങനല്ലേ പറയുന്നത്. അപ്പുറത്തെ വീട്ടിലെ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ഭേദമാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ഭേദമാണ്. അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് പാപബോധം ഉണ്ടാകത്തില്ല. ഒരൊറ്റ തവണ ഈശോയുടെ മുഖത്തേക്ക് നോക്കാവോ, പത്രോസിനെ പോലെ പറയും ഞാൻ പാപിയാണ്. ആ പാപബോധമാണ് നമ്മളെ ഇനി ഉയർത്താൻ പോകുന്നത്. ആ പാപിയാണെന്ന് പറഞ്ഞ മൊമെന്റിൽ ഈശോ പറയുകയാണ്, മതി, യു ആർ ചോസൻ. ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. യു ആർ ചോസൻ ഫോർ എ ഹയർ പർപ്പസ്. പാപബോധം അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്.